അഭിലാഷ്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീ സുധീർ കരമന നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ സുധീർ കരമന, അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്താൽ ഇപ്പോഴും മലയാളികൾ എത്ര വർഷം കഴിഞ്ഞാലും അത് ഇപ്പൊ പുതിയ തലമുറയായിക്കോട്ടെ അവരിപ്പോഴും ആസ്വദിക്കുന്ന ചിത്രങ്ങൾ സംഭാവന ചെയ്ത ഒരു അതുല്യ കലാകാരനാണ് വിട പറഞ്ഞിട്ടുള്ളത്. ശിവൻസ് ടച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഓരോ വർക്കുകളും എടുത്തു നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ നിമിഷം ഓർത്തെടുക്കുന്നത്? വളരെ ഞെട്ടലോടെയാണ്. കാരണം ഞാനിപ്പോ ഷൂട്ട് നടക്കുകയാണ്. അതിന്റെ ഇടയിൽ ശ്രീമേ നിഷ സംവിധാനം ചെയ്യുന്ന പടത്തിന്റെ ലൊക്കേഷനിലാണ്. ഇപ്പോഴാണ് ഞാനിത് വിവരം അറിയുന്നത് തന്നെ. വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ശിവനങ്കൾ മുതലേ അച്ഛനുമായിട്ടുള്ള പരിചയമുണ്ട ഒരു കുടുംബമാണ്. അത് വളരെയധികം അദ്ദേഹത്തിന്റെ, അതുപോലെ തന്നെ ശ്രീ സംഗീത് ശിവന്റെ ഇപ്പോഴും ചിൽഡ്രൻസ് ഫിലിമിന്റെ ഒരു അവാർഡ് കൊൽക്കത്ത ഫെസ്റ്റിവലിനും അതിന് പല ഫെസ്റ്റിവലിനും പോവുകയും പനോരമയിൽ വരികയും ഒക്കെ പുള്ളി വീണ്ടും വളരെ സജീവമായിട്ട് വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. പുതിയ സ്ക്രിപ്റ്റും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ ഒരു സമയത്ത് ഒരിക്കലും ഭയങ്കര ഷോക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം എല്ലാ പ്രേക്ഷകരും ഏത് ജോണറിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകളാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഫിലിം മേക്കിംഗ്. അപ്പൊ അത്രയും ഒരു താല്പര്യത്തോടെ നിൽക്കുകയും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് ഈ ഒരു വാർത്ത വളരെ ഞെട്ടലോടെയാണ് ഞാനിപ്പോ അറിഞ്ഞത് തന്നെ. നല്ല വിഷമം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കുടുംബവുമായിട്ടുള്ള ബന്ധവും ശ്രീ സംഗീത് ശിവൻ ചേട്ടനെ പോലെ തന്നെയാണ് സന്തോഷ് ശിവൻ ചേട്ടൻ. ഇവരെല്ലാം അവരായിട്ടുള്ളൊരു നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് അറിഞ്ഞിരിക്കുന്നത്. എന്റെ എല്ലാ അനുശോചനങ്ങളും. തീർച്ചയായും ആ ദുഃഖം മനസ്സിലാക്കുന്നു. വളരെ നന്ദി ശ്രീ സുധീർ കരമന ഞങ്ങളോടൊപ്പം ചേർന്നതിന്. KP അഭിലാഷ് തുടരും.